ഈ റഹീം വന്നിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് വന്നിറങ്ങിയപ്പോഴെല്ലാം സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സ്വന്തം ഭാര്യയാണ് എങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മൂത്ത മകനാണ് എങ്കിൽ 5 കൊലക്കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതും വിഷം കഴിച്ച അവസ്ഥയിലാണ് മകനുള്ളത്. ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടി 5 കൊലക്കേസുകളിലെ ഒരു കൊലപാതക കേസിലെ അങ്ങനെ മുഴുവൻ 6 കേസുകളിലെ പ്രതിയായി കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇളയ മകൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, സഹോദരനില്ല, സഹോദരൻ്റെ ഭാര്യയില്ല, അതോടൊപ്പം തന്നെ സ്വന്തം ഉമ്മയില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിറങ്ങുന്നത്. ഇവിടേക്ക് വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയുണ്ടായിരുന്നു. നമ്മളെല്ലാം ആ സംസ്കാര ചടങ്ങുകൾ മലയാളികളൊക്കെ ഇങ്ങനെ കണ്ടതുപോലെ വിദേശത്തിരുന്ന ആ സംസ്കാര ചടങ്ങ് ചാനലിലൂടെ കാണേണ്ടി വന്ന ഒരവസ്ഥയാണ് ആ പിതാവിനുണ്ടായിരുന്നത്. സ്വന്തം ഉമ്മയുടെയും അതോടൊപ്പം തന്നെ ഇളയ മകൻ്റെയും ഒക്കെ സംസ്കാര ചടങ്ങ് TV യിൽ കാണുക എന്നൊക്കെ പറയുന്നത്